പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, നിഷേധിക്കാൻ കഴിയാത്ത, അതിലെ ക്രിമിനലുകൾ നുഴഞ്ഞു കയറി കുഴപ്പമുണ്ടാക്കി എന്ന് പറഞ്ഞത് ശരിയാണ്. പക്ഷെ ആ ക്രിമിനലുകൾ SDPക്കാരല്ല, ഡിവൈഎഫ്ഐക്കാരാ നുഴഞ്ഞു കയറി കുഴപ്പമുണ്ടാക്കി. ഇത് സംബന്ധമായി ഒരു പ്രസ് റിലീസ് ഉണ്ടല്ലോ CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ, അത് വായിച്ചാൽ മാത്രം അതിന്റെ പിന്നിൽ എന്താണ്, ആരാണ് ഉദ്ദേശം എന്ന് മനസ്സിലാവും. ഇവരെ ഞങ്ങളിപ്പോ നട്ടപ്പാതിരക്ക് പകലാണെന്ന് പറഞ്ഞാൽ പകലാണെന്നും, ഉച്ച നേരത്ത് രാത്രിയാണെന്ന് പറഞ്ഞാൽ രാത്രിയാണെന്നും ജനങ്ങൾ കരുതിക്കൊള്ളൂ എന്ന തെറ്റിദ്ധാരണയാണ് ഇവർക്കുള്ളത്. പറയാനുള്ളത് ഓടരുതമ്മാവാ, ആളറിയും എന്നാ. ഏതിലെ ഫ്രഷ് കട്ട് സമരത്തിലുണ്ടല്ലോ, അവിടെ പറയാം. പിന്നെ മാത്രമല്ല, ഇനിയും ശക്തമായി ഉണ്ടാവുമെന്ന് തീരുമാനിക്കുക അവർ പറയും ആ കാര്യങ്ങൾ. അപ്പോൾ പിന്നെ ഇതിലൊരു ഉദ്ദേശം കൂടെ ഉണ്ട്. എന്താ പറയുക, ഇത്തരം പ്രക്ഷോഭങ്ങളുടെ ജനകീയ സമരങ്ങൾ ഇപ്പം നടക്കുന്ന ഈ തിരുവനന്തപുരത്ത് ആശാ വർക്കർമാരുടെ സമരം, ഇത്തരം എല്ലാ ജനകീയ സമരങ്ങളെയും സർക്കാർ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്തുന്ന രീതിയാണ് സ്വീകരിക്കുന്നത്. അവിടെ നമ്മൾ ശക്തമായ സാന്നിധ്യമായി ധീരമായി രംഗത്ത് നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. ഈ പാർട്ടിയെ സമരരംഗങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ബോധപൂർവമായ ഒരു ശ്രമം ഇവിടെ നടക്കുന്നുണ്ട്. അത് തന്നെ അതിൻ്റെ ഭാഗമാണ് ഇത്തരം ആരോപണങ്ങൾ എന്നാണ് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം ഫ്രഷ് കട്ടായിട്ട് ബന്ധപ്പെട്ട് താമരശ്ശേരിയിൽ ഉണ്ടായിട്ടുള്ള അനിഷ്ട സംഭവങ്ങൾ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ ദിവസം ജില്ലാ സെക്രട്ടേറിയറ്റ് CPMൻ്റെ ഒരു പ്രസ്താവന വരികയുണ്ടായി. ഇന്ന് ജില്ലാ സെക്രട്ടറി M മെഹബൂബിൻ്റെ ഒരു ബൈറ്റും കൂടി വന്നിട്ടുണ്ട്. അതിൽ വളരെ കൃത്യമായിട്ട് SDPക്കാരാണ് ഇതിൻ്റെ പിന്നിലെന്ന് പറഞ്ഞുകൊണ്ടാണ് മനസ്സിലാക്കേണ്ടത്. ഏതാണ്ട് ആയിരക്കണക്കിന് ആളുകൾ അധിവസിക്കുന്ന ഒരു പ്രദേശത്ത് കഴിഞ്ഞ 6 വർഷക്കാലമായിട്ട് അവിടുത്തെ ജനത സമരത്തിലാണ്. അവർ അതിൻ്റെ ഈ പ്ലാന്റിൽ നിന്ന് വരുന്ന ദുർഗന്ധം വളരെ പ്രയാസകരമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്ന സമയത്ത് നിരന്തരം പറയുകയും അതിനെതിരെ സമരം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അത് അവിടുത്തെ ഒരു ജനകീയ കൂട്ടായ്മയാണ് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ CPMകാരായിട്ടുള്ള ആളുകളുണ്ട്, പാർട്ടി കേഡർമാരായിട്ടുള്ള ആളുകൾ, അവരുടെ അനുഭാവികളുണ്ട്, മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട ആളുകൾ, കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആളുകൾ, വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകൾ, മതസംഘടനയിൽപ്പെട്ട ആളുകൾ, എല്ലാം ഉൾക്കൊള്ളുന്ന മതമില്ലാത്ത ആളുകൾ പോലും ഈ സമരമുഖത്തുണ്ട് എന്നിരിക്കെ വളരെ ബോധപൂർവമായിട്ട് SDPയെ പറയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ സമരസമിതിയുടെ ബന്ധപ്പെട്ട ആളുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ത്, ഇതിൽ SDPയെ നമുക്ക് സംശയമില്ല എന്നും, ഇത് ഈ ഫ്രഷ് കട്ടിൻ്റെ ആളുകൾ, കോർപ്പറേറ്റ് ആളുകളുമായി ബന്ധപ്പെട്ട് പോലീസും ഇവിടുത്തെ ഭരണകൂടവും വളരെ കൃത്യമായി നടത്തിയിട്ടുള്ള ഒരു ആസൂത്രണമായ ഇടപെടലാണ് എന്ന് സമരസമിതിയുടെ ആളുകൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ SDPക്ക് പറയാനുള്ളത്, ഇത് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തി ആരാണോ ഈ രീതിയിൽ ഈ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് അവരെ അന്വേഷിച്ച് കണ്ടെത്തി അവർ കുറ്റക്കാരാണെങ്കിൽ അവർ ശിക്ഷിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ വളരെ മാന്യമായ രീതിയിൽ വളരെ ജനകീയമായിട്ട് ജനങ്ങളുടെ ഒരു ആവശ്യമാണ് അത് അവിടെ നിന്ന് മാറ്റുക എന്നുള്ളത്. അപ്പോൾ സർക്കാർ എന്ത് ചെയ്യണം, ഭരണകൂടം അതിന് അനുയോജ്യമായ ഒരു സ്ഥലം കണ്ടെത്തി അത് ഈ ജനവാസ മേഖലയിൽ നിന്ന് നിർബന്ധപൂർവ്വം മാറ്റി അവിടുത്തെ ജനങ്ങളുടെ ഭീതിയും ആശങ്കയും അകറ്റണമെന്നാണ് SDPക്ക് പറയാനുള്ളത്. മറ്റേത് നേരത്തെ മാഷ് പറഞ്ഞ പോലെ ഈ പറഞ്ഞ രീതിയിൽ ജനകീയ സമരങ്ങളിൽ SDPയുടെ ഇടപെടൽ ഈ CPM കുറച്ച് കാലമായിട്ട് എന്താവുന്നുണ്ട്, ഭയപ്പെടുന്നുണ്ട്. വളരെ കൃത്യമാണ്. ഇപ്പോൾ നമ്മൾ ആവിക്കൽ തോടിലും കോതിയിലും അത് കണ്ടിട്ടുള്ളതാണ്. അതിൻ്റെ അനന്തരഫലം അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അവരുടെ കാലിൻ്റെ അടിയിലെ മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആവിക്കൽ തോടിലാവട്ടെ അതുപോലെ തന്നെ കോതിയിലാവട്ടെ CPMൻ്റെ പല പ്രവർത്തകരും CPM പാർട്ടി വിട്ട് മറ്റു രാഷ്ട്രീയ പാർട്ടിയിലേക്ക്, മുസ്ലിം ലീഗിലേക്കും കോൺഗ്രസിലേക്കും SDP ഉൾപ്പെടെയുള്ള പാർട്ടികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ പ്രദേശങ്ങളിൽ ജനങ്ങളെ വോട്ടിന് വേണ്ടി അഭിമുഖീകരിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം അവർക്ക് വന്നു ചേർന്നിരിക്കുകയാണ്. ഇത് തന്നെയാണ് കട്ടിപ്പാറ പഞ്ചായത്തിലും പുതുപ്പാടി പഞ്ചായത്തിലും താമരശ്ശേരി പഞ്ചായത്തിലും ഓമശ്ശേരി പഞ്ചായത്തിലും CPMനെ കാത്തിരിക്കുന്നത്. അപ്പോൾ CPM ഇതിൽ മനസ്സിലാക്കേണ്ടത്, ഈ CPMൻ്റെ ഉന്നത നേതാക്കന്മാർക്ക് ഈ ഫ്രഷ് കെട്ടുമായിട്ടുള്ള ബന്ധങ്ങൾ അവിടുത്തെ സമരസമിതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അത് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഈ ഫ്രഷ് കെട്ടിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിയെടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ അത്തരം സംഗതികൾക്കാണ് അവർ മുൻതൂക്കം കൊടുക്കുന്നത്. അതിന് അവർക്ക് എപ്പോഴും ഒരു മറ ഉണ്ടാകേണ്ടതുണ്ട്. അതിന് SDPI പോലുള്ള പാർട്ടികളെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സാഹചര്യം ആണ് എന്താക്കുന്നത് അവിടെ ഉണ്ടായിട്ടുള്ളത്.